തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തണം. നമുക്ക് നമ്മളെ കുട്ടികളല്ല, നമ്മളെ കുട്ടികൾക്ക് അവരെ നഷ്ടപ്പെടുന്നത് സാഹചര്യം ഉണ്ടാക്കരുത്. അവരെ ഒരു സഹോദരി സ്വന്തം ബ്രദറ് ഒരുപാട് MDMA-യും കഞ്ചാവ് പിന്നെ മറ്റ് പലതരം മയക്കുമരുന്നുകളും ഡ്രഗ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവർ ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അത് പരിശോധിച്ചപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചപ്പോൾ ആ സഹോദരി വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനെ നഷ്ടപ്പെട്ടു, അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, അവൻ ഈ അവസ്ഥയിലായി എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിയല്ല, ആ കുട്ടിക്ക് അവനെയാണ് നഷ്ടപ്പെട്ടത്, അവന് സ്വന്തത്തെയാണ് വീണ്ടെടുക്കേണ്ടത്, അതിനാണ് ശ്രമിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ കുട്ടികൾക്ക് അവരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തുക. എപ്പോഴും അവരെങ്ങോട്ട് പോകുന്നു, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്, അവരെ സൗഹൃദ ബലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു കഴിഞ്ഞ ദിവസം രക്ഷിതാവ് പറഞ്ഞു അവനും ഉപയോഗിച്ചിട്ടില്ല, അവൻ്റെ സുഹൃത്തുക്കളാണ് ഉപയോഗിച്ചത്. എവിടെ അവൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുക? വെറുതെ തോന്നുന്നതാണ്. സ്വന്തം രക്ഷിതാക്കളെ പറഞ്ഞ് പറ്റിക്കുക മാത്രമായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ?